സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. കുറേ കാലം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തായാലും നമ്മൾ പോസ്റ്റൊക്കെ ഇട്ട് പറഞ്ഞ പോലെ തന്നെ മൈൻക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് കളിക്കാൻ വന്നത്. കൂടെ ഫ്രീ ഫയറും ഉണ്ടാവും, നോക്കാം. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് പറഞ്ഞായിരുന്നു നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഡുവോ സീരീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. അതിൽ ആ ഒരു സീരീസിൽ നമുക്ക് എന്തൊക്കെ ചെയ്തായിരുന്നു എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ വേൾഡിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു തരാം. പിന്നെ അത് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ഒരുമിച്ച് കളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ബിൽഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ബേസാണ്. ബേസ് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ ബേസാണ് ഗൈസ്. പ്രത്യേകിച്ച് ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 2 നിലയാണ് കേട്ടോ. അപ്പോൾ മേലെയാണ് നമ്മൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. താഴെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇൻറ്റീരിയറിംഗ് ഒന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹൗസ്. നമ്മൾ സ്പ്രൂസ് കൊണ്ടാണ്, സ്പ്രൂസും കോബിൾസ്റ്റോൺ കേട്ടോ ഉപയോഗിച്ചത്. ഇനി ഇതാണ് നമ്മൾ ഈ ബെഡ്റൂം കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ 2 മറ്റേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനാണെന്ന് അറിയില്ല. പിന്നെ ഇത് നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന ഈ കോമ്പസ്. അപ്പം ഇവിടെയാണ് നമ്മൾ ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ്, വേറെ ബിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഹോഴ്സിൻ്റെ ബിൽഡാണ്. നമ്മൾ കുതിരക്ക് വേണ്ടിയിട്ട് ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു വേൾഡിൽ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെയും എൻ്റെയും കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മളെ സ്റ്റോറേജ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഒന്നും സോർട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഇത് കറക്റ്റാക്കി വെക്കണം. ഇനി എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഈ ചളി ഫുള്ള് നമ്മളൊരു മല ഫുള്ള് ഇടിച്ചിട്ടിട്ട് വന്ന ഡേർട്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മളൊരു ബാരലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ സ്റ്റോറേജ് റൂമിൽ. അടുത്ത നമുക്ക് ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ബേസ്മെൻറ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമ്മൾ എൻചാൻറ്റിങ് മെയിനായിട്ട് ഈ ഒരു ബേസ്മെൻറ്റിൽ നോക്കിയത്. എൻചാൻറ്റ് നമുക്ക് 30 ലെവലും കാര്യങ്ങളൊക്കെ കിട്ടി. നോക്കാം, ഇവിടേക്ക് നോക്കാം, 30 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഈ ഒരു നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇത് രണ്ടുമാണ് നമ്മൾ ബേസ്മെൻറ്റിൽ ഉദ്ദേശിച്ചത്. ബേസ്മെൻറ്റിൽ നമ്മൾ പിന്നെ നെതർ പോർട്ടൽ ഇത് അങ്ങനെ നേർക്കൊന്നും പോയിട്ടില്ല, ഒന്ന് ചുറ്റി കണ്ട് ഇറങ്ങുന്നൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. കൗവിനെ നമ്മൾ വെട്ടിക്കൊന്നതാണ് മറ്റേ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തായാലും ഒന്നേ ഉള്ളൂ, നമുക്കെന്തായാലും അതൊക്കെ സെറ്റാക്കണം. പിന്നെ സ്പ്രൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫാം ചെയ്യുന്നുണ്ട് സൈഡിലായിട്ട്. അത് നമുക്ക് വില്ലേജിൻ്റെ അവിടുന്ന് ബാക്കിലൊരു ബയോമുണ്ട്, അവിടുന്ന് എടുത്തിയാണ് നമ്മൾ സാപ്ലിങ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ വില്ലേജർ ഔട്ട്പോസ്റ്റ് ഗൈസ്. ഈ ഒരു വേൾഡിലേക്ക് ഫസ്റ്റായിട്ട് നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു മെയിൻ ബിൽഡാണ് വില്ലേജർ ഔട്ട്പോസ്റ്റ് ഗൈസ്. അപ്പം ഈ വില്ലേജർ ഔട്ട്പോസ്റ്റ് നമുക്ക് 2-3 ഒമിനിയസ് സ്പോട്ടിലൊക്കെ കിട്ടിയായിരുന്നു. നമ്മൾ റെയ്ഡും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇനി നമുക്ക് എന്തായാലും വില്ലേജും കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് മുമ്പ് ഗൈസ് ഇവിടെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ചെറിയ സംഭവം. എന്തായാലും ഇവിടെയാണ് നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ക്യാരറ്റും വീറ്റുമാണ് മെയിനായിട്ടുള്ളത്. എന്തെങ്കിലും കൂടുതൽ കുറച്ച് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഇതാക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മറ്റേ മെയിൻ ഗെയിമിൻ്റെ പേര് നോട്ടിച്ച് എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കുട്ടി അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ഇതാക്കുക. പിന്നെ ഇവിടെ ഇതാണ് നമ്മൾ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. ഈ ബ്രിഡ്ജിൽ കൂടി പോയിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുക, വില്ലേജും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലെസ് കേവ് കണ്ടെത്തിക്കായിരുന്നു. മെയിനായിട്ട് നമ്മൾ കേവ് കണ്ടെത്തി, നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേവ് കണ്ടെത്തി. അവിടെ ഒരു ലെസ് കേവ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തിയാണ് ഷാപ്പിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ വില്ലേജും ഗൈസ്. വില്ലേജ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുഴപ്പമില്ലാത്തൊരു വില്ലേജ്. ബ്ലാക്ക് സ്മിത്തും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഒരു പാവങ്ങളായ ഒരു വില്ലേജാണെന്ന് തോന്നുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വില്ലേജ് ഗൈസ്. പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം ഈ വില്ലേജിലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിൽ കുറച്ചൊക്കെ പോകണം, സ്പ്രൂസ് ബയോമും കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇനി നമുക്ക് എന്തില്ല, നമ്മളെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വേൾഡിൽ മെയിനായിട്ട്. ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഇതുകൂടെ കാണാം, ടൂൾസും ഇതും മറ്റേ ഇതൊക്കെ എൻചാൻറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ ഇത് ഒരു ഇതിനു വേണ്ടി എൻചാൻറ്റ് ചെയ്തതാണ്. നമുക്കെന്തായാലും അത്ര ലെവലൊന്നുമില്ല. ഇനിയിപ്പം 30 ലെവലൊക്കെ ആയിട്ട് കിട്ടില്ല OP
മറ്റേ ടൂൾസും ആർമറൊക്കെ ആവണം. എന്തായാലും ആർമർ ഇപ്പം എൻചാൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു എൻചാൻമെൻറ്റാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് സെറ്റാക്കണം. ഇതുവരെ അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ വേൾഡിൽ. എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് സെറ്റാക്കുന്നതാണ്. അപ്പം ഗൈസ് നിങ്ങളെന്തായാലും നോക്കുക, കാണുക ഗൈസ്. ഞാൻ എന്തായാലും ഇതിൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. ടാറ്റ, ബൈ ബൈ.